ചക്കക്കാലമായാൽ നമ്മുടെയൊക്കെ വീടുകളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന ഒന്നാണല്ലോ ചക്ക വരട്ടിയത്. എന്നാൽ ഒരു തവണ ചക്ക വരട്ടി വെച്ചാൽ അത് കേടുകൂടാതെ മാസങ്ങളോളം സൂക്ഷിക്കാൻ പറ്റിയ ചില രഹസ്യ കൂട്ടുകളും അതോടൊപ്പം തന്നെ ആ ചക്ക വരട്ടിയത് ഉപയോഗിച്ച് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ല നാടൻ ചക്കയട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനസ് മോനോ വ്ളോഗ്. ആദ്യം നമുക്ക് ചക്ക വരട്ടിയത് ഉണ്ടാക്കിയെടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 2 കിലോ പഴുത്ത ചക്കച്ചുള കുരുവും ചവണിയും കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇത് അല്പം വെള്ളം ചേർത്തിട്ട് കുക്കറിൽ 2-3 വിസിൽ വരുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. ഇനി ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് തരികളൊന്നുമില്ലാതെ നല്ല പേസ്റ്റ് പരുവത്തിൽ തന്നെ അരച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട്. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുന്നുണ്ട്. ഇനി അരച്ചെടുത്ത മിക്സ് ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കിലോ ശർക്കര ഉരുക്കി അരിച്ചെടുത്ത പാനിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യണേ. ലൈക്ക് അടിക്കുന്ന സമയത്ത് തൊട്ടടുത്ത് കാണുന്ന ഹൈപ്പ് കൂടി പ്രസ് ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ ഇതാ ഇവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക. മീഡിയം തീയിൽ കൈ വിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. എപ്പോഴും ചക്ക വരട്ടിയതൊക്കെ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് വിറകടുപ്പിൽ ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ചക്ക നന്നായിട്ട് തന്നെ ഒന്ന് വരണ്ട് വരാനായിട്ട് 2-3 മണിക്കൂറൊക്കെ എടുക്കും. അത്രയും നേരം ഗ്യാസ് കളയുന്നതിനേക്കാൾ നല്ലത് വിറകടുപ്പ് തന്നെയാണ്. ചക്ക വരട്ടിയത് പൂപ്പൽ പിടിക്കാതെയും കേടുവരാതെയും 1 വർഷം വരെ സൂക്ഷിക്കാൻ കഴിയുന്ന ചില പ്രധാന ടിപ്പുകൾ കൂടി ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ജലാംശം പൂർണ്ണമായിട്ടും വറ്റിച്ചെടുത്തിട്ട് വേണം ഇത് തയ്യാറാക്കിയെടുക്കാൻ. ചക്ക വരട്ടുമ്പോൾ അതിലെ ജലാംശം ഒട്ടും ഉണ്ടാവരുത്. ചക്ക നന്നായിട്ട് വെന്തിട്ട് ശർക്കര പാനിയിൽ കിടന്ന് വറ്റി പാത്രത്തിൽ ഒട്ടാതെ നല്ല ഇരുണ്ട ബ്രൗൺ നിറമായിട്ട് ഒരു ഉണ്ട പോലെ ചുരുണ്ട് കൂട്ടുന്ന പാകം വരെ വരട്ടിയെടുക്കണം. ജലാംശം അല്പമെങ്കിലും അവശേഷിച്ചാൽ ചക്ക വരട്ടിയത് വേഗം തന്നെ പൂപ്പൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ശർക്കരയും നെയ്യും സ്വാഭാവിക പ്രിസർവേറ്റീവുകളായിട്ട് പ്രവർത്തിക്കുന്നു. ചക്ക വരട്ടുമ്പോൾ ആവശ്യത്തിന് നെയ്യ് ചേർക്കുന്നത് അത് കേടാകാതിരിക്കാനായിട്ട് സഹായിക്കും. ശർക്കരയുടെ അളവ് കുറഞ്ഞു പോയാലും ചക്ക വരട്ടിയത് വേഗത്തിൽ കേടാകാം. ചക്ക വരട്ടിയത് അടുപ്പിൽ നിന്നും ഇറക്കി വെച്ച ഉടനെ പാത്രങ്ങളിലേക്ക് മാറ്റരുത്. ഇത് പൂർണ്ണമായും ചൂടാറിയതിന് ശേഷം മാത്രമേ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഭരണികളിലേക്കോ പാത്രങ്ങളിലേക്കോ മാറ്റാവൂ. ചക്ക ഒന്ന് കുറുകി വരുന്നുണ്ട്. ഈ ടൈമിൽ ഞാനിതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. തീ കൂട്ടി വെച്ച് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് കൈകളിലൊക്കെ ഇത് പൊട്ടി തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും ഇത് തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് തീ കുറച്ച് തന്നെ വേണം തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ നല്ല ബ്രൗൺ നിറത്തിൽ വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂണോളം ചുക്കുപൊടിയും 1 ടീസ്പൂണോളം തന്നെ ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂടോടെ അടച്ചു വെച്ചാൽ അതിൽ നിന്നും വീഴുന്ന ആവിവെള്ളം കാരണം പൂപ്പൽ വരാനായിട്ട് സാധ്യത കൂടുതലാണ്. ചക്ക വരട്ടിയത് സൂക്ഷിക്കാനായിട്ട് ഏറ്റവും നല്ലത് ഭരണികളോ ഗ്ലാസ് ജാറുകളോ ആണ്. പ്ലാസ്റ്റിക് പാത്രങ്ങൾ പരമാവധി ഒഴിവാക്കുക. ഉപയോഗിക്കുന്ന പാത്രത്തിൽ ഒട്ടും തന്നെ ഈർപ്പം ഉണ്ടാകരുത്. നന്നായി കഴുകി വെയിലത്ത് വെച്ച് പൂർണ്ണമായും ഉണക്കിയെടുത്ത പാത്രങ്ങൾ മാത്രം വേണം ഉപയോഗിക്കാനായിട്ട്. ചക്ക വരട്ടിയത് എടുക്കാൻ എപ്പോഴും പൂർണ്ണമായും ഉണങ്ങിയ സ്പൂൺ മാത്രം ഉപയോഗിക്കുക. നനഞ്ഞ കയ്യോ സ്പൂണോ തട്ടിയാൽ അത് പെട്ടെന്ന് തന്നെ കേടാകും. ചക്ക വരട്ടിയത് ഭരണിയിലാക്കിയ ശേഷം അതിനു മുകളിൽ അല്പം നെയ്യ് തടവിയ വാഴയില വെച്ച് നന്നായി മൂടിക്കെട്ടി സൂക്ഷിക്കുന്നത് വായു കടക്കാതിരിക്കാനും ദീർഘനാൾ കേടാകാതിരിക്കാനും സഹായിക്കും. ഇത് പരമ്പരാഗതമായിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്.
ചക്ക പാത്രത്തിൽ ഒട്ടാതെ പാത്രത്തിൽ നിന്നും വിട്ട് വരുന്ന ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ സ്വല്പം ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് തീ ഓഫ് ചെയ്ത് വെക്കാം. ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഈർപ്പമില്ലാത്ത ഗ്ലാസ് ജാറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബോട്ടിലിലോ എയർ കടക്കാത്ത രീതിയിൽ ആക്കി വെക്കുകയാണെങ്കിൽ മാസങ്ങളോളം കേടുകൂടാതെ തന്നെ ഇരിക്കും. അപ്പോൾ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള ചക്ക വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ രീതിയിലാണ് ചക്ക വരട്ടിയെടുത്തത് എങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ മാസങ്ങളോളം ഇത് കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും. എന്നാൽ കൂടുതൽ സുരക്ഷിതമായിരിക്കാനായിട്ട് വായു കടക്കാത്ത ഡബ്ബയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ 1 വർഷത്തിൽ കൂടുതൽ തന്നെ ഇത് കേടുകൂടാതെ ഇരിക്കും. ഇനി ഈ ചക്ക വരട്ടിയത് വെച്ചിട്ട് എങ്ങനെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചക്കയുടെ ഉണ്ടാക്കിയെടുക്കുക എന്ന് നോക്കാം. ഇത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നന്നായിട്ട് ചൂടായിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഇടിയപ്പത്തിൻ്റെ പരുവത്തിൽ വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇനി അടയ്ക്കുള്ള ഫില്ലിങ്ങിനായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ചക്ക വരട്ടിയതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയും അല്പം ഏലക്കാപ്പൊടിയും നെയ്യും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ കൈകൊണ്ട് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മാവിൽ നിന്ന് ഓരോ ഉരുളകളെടുത്ത് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മിക്സ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മടക്കിയെടുക്കുക. നിങ്ങളുടെ കൈവശം വാഴയില ഉണ്ടെങ്കിൽ വാഴയിലയിൽ തയ്യാറാക്കി എടുക്കാം. വാഴയില ഇല്ലാത്തവർക്ക് ഈ രീതിയിലും അട തയ്യാറാക്കി എടുക്കാവുന്നതാണ്. വാഴയിലയിലാണ് തയ്യാറാക്കി എടുക്കുന്നത് എങ്കിൽ ചെറുതായിട്ട് വാട്ടിയെടുത്ത വാഴയിലയിൽ അല്പം നെയ്യ് പുരട്ടിയിട്ട് വേണം മാവ് വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് കട്ടി കുറച്ച് വേണം പരത്തിയെടുക്കാൻ. എന്നിട്ട് ഇതിൻ്റെ പകുതിയിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ചക്കയുടെയും തേങ്ങയുടെയും മിശ്രിതം വെച്ചിട്ട് ഇല മടക്കി വശങ്ങൾ ഒട്ടിച്ചെടുക്കണം. ഇനി ഇത് അപ്പച്ചമ്പിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വരെ ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇതിനായിട്ട് ഞാനിവിടെ ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി വരുന്ന സമയത്ത് ഇതുപോലെ ഓരോ അടയും ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. വാഴയിലയിൽ അട തയ്യാറാക്കിയെടുക്കുമ്പോൾ ഒന്നുകൂടി രുചി കൂടും. അതുപോലെ തന്നെ നല്ലൊരു മണവും ഉണ്ടാകും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെയുള്ള നല്ല നാടൻ റെസിപ്പികളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.